ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മളെല്ലാവരും ടി വിയിലും ന്യൂസിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഹണി റോസിൻ്റെ വസ്ത്രധാരണയും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. കാരണം അത് ഈ വസ്ത്രം ധരിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മളെ സൂക്ഷിക്കേണ്ടത്, നമ്മളെ സേഫ് ആക്കേണ്ടത് അത് നമ്മുടെ തന്നെ ചുമതലയാണ്. പിന്നെ ഇന്ന് ഒരു നിയമവും കാര്യങ്ങളും ഇല്ല. കാരണം സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിക്കണം, അല്ലെ ഇങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് ഒരു കോടതിയും ഒന്നും നമുക്ക് ഉത്തരവ് തന്നിട്ടില്ല. ആർക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിലാണ് അവരവരുടെ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഈ നടിയെ തന്നെ, ഹണി റോസിനെ തന്നെ, അങ്ങേറെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പ്രൊമോട്ട് ചെയ്യാനും എല്ലാവരിലും എത്തിക്കാനും. ഹണി റോസിന് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു നടിയാണ്. അതായത് അത് പല രീതിയിലാണ് ആൾക്കാരെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. നമുക്കത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് അവർ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ അതിനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് അതൊരു വലിയൊരു തെറ്റാണ്. അത് പല രീതിയിലുള്ള വൃത്തികെട്ട വാക്കുകളും കുന്തി ദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആ നടിയെ ഒത്തിരി വട്ടം ഇങ്ങനെ ഞാനും കളിയാക്കുന്ന കണ്ടപ്പോൾ ഹണി റോസ് പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ പൈസ കൊടുത്താണല്ലോ ഈ നടിമാരെയൊക്കെ അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വിളിക്കുന്നത്. പക്ഷേ ഇന്ന് ഹണി റോസ് എല്ലാം പ്രതികരിച്ച്, അത് പേര് തന്നെ വെളിപ്പെടുത്തി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ വയനാട്ടിലെത്തി കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്, കസ്റ്റഡിയിലെടുക്കാൻ. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ട് തന്നെ ജീപ്പിലിരുന്ന് ബോബി ചെമ്മണ്ണൂർ ചിരിക്കുന്നതായിട്ടുള്ളൊരു ഇതൊക്കെ പുറത്ത് വിടുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ആണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നിയമം ഹണി റോസിൻ്റെ കേസിൽ മാത്രം ഇങ്ങനെ ഇത്ര പെട്ടെന്നുള്ള ആക്ഷൻ എടുക്കാതെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും നിയമം ഒരുപോലാക്കി എല്ലാവർക്കും ഇതുപോലുള്ള പിന്തുണ നൽകുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഹണി റോസ് പറയുന്നുണ്ട്, കുറേ രീതിയിൽ ഇങ്ങനെ പല വാക്കുകൾ. ശരിയാണ്, അതിലൊരു ആസിഫ് അലി ഒരു കമൻറ്റ് ഇടുന്നുണ്ട്, പറയുന്നവർക്കും വായിക്കുന്നവർക്കും ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിയാണ്. ഇപ്പം ഞാനും ഇത് കാണുമ്പോൾ ഇത് കണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നി ഇത് പോകും. പക്ഷേ ഇതിൻ്റെ ടെൻഷന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ എത്രത്തോളം വേദനയുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കാരണം കുറേ ഇങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ കളിയാക്കി, ഹണി റോസിനെ ഇതുപോലെ ഇങ്ങനെ കളിയാക്കിയതിന് ശേഷമാണ് പ്രതികരിച്ചത്. അതും പറയുന്നുണ്ട്, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോടികളുടെ ബിസിനസ്സിൻ്റെ ഉടമയാണ്, അതുപോലെ പണക്കാരനാണെന്ന് നമുക്കറിയാം. അപ്പം എല്ലാവർക്കും നിയമം പണക്കാരനായതും കൊണ്ട് തെറ്റ് ചെയ്ത ശിക്ഷിക്കപ്പെടത്തില്ലെന്നല്ലല്ലോ. എല്ലാവർക്കും നിയമം ഒരുപോലാണ്. എല്ലാവർക്കും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടെന്ന് അവരും മനസ്സിലാക്കണം. ഇപ്പം ഇതൊരു ചെറിയൊരു താൽക്കാലിക ഇതാക്കി മാറ്റാതെ അതിന് ചെയ്ത തെറ്റിന് കറക്റ്റ് ശിക്ഷ കൊടുക്കുക. കാരണം എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. പണമുള്ളവൻ മാത്രം അഹങ്കരിച്ചാൽ പോരല്ലോ. ഒരുപാട് പേരെ ബോബി ചെമ്മണ്ണൂർ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇച്ചിരി അഹങ്കാരവും കാര്യങ്ങളും ഓവർ സ്മാർട്ടായിട്ട് നടക്കുന്നുമുണ്ട്. അപ്പോൾ അതൊരു വലിയ തെറ്റാണ്. അതിനൊരു ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പം നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു കൊച്ചിയിലേക്ക് ഇനിയും കൊണ്ടുപോവുകയാണ്. ബാക്കി കാര്യങ്ങളും ചോദ്യവും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. നല്ലൊരു ഹണി റോസ് തന്നെ ഇപ്പം പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമെന്ന് ഹണി റോസ് പറയുന്നുണ്ട്. തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷിക്കപ്പെടണം.